മാധവിയെ പെരുവഴിയിലാക്കാൻ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥരും സമീപത്തെ ഹോട്ടൽ ഉടമയും തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരും ചില രാഷ്ട്രീയക്കാരും. ആലത്തൂർ താലൂക്കിൽ ഉൾപ്പെട്ട കണ്ണമ്പ്ര പഞ്ചായത്തിലെ ചെമ്മണാംകുന്ന് ഭാഗത്ത് താമസിക്കുന്ന രാമന്റെ മകൾ മാധവിക്കാണ് ഈ ദുർഗതി ഉണ്ടായത്. 60 വർഷത്തോളമായി താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇറക്കിവിടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. 10 സെന്റ് സ്ഥലത്തു നിന്നും 5.25 സെന്റ് ഹൈവേക്ക് വിട്ടു നൽകിയ ശേഷം ബാക്കിയുള്ള സ്ഥലത്താണ് ഇപ്പോൾ വീട് നിൽക്കുന്നത്. ഇതിന്റെ പുറകിൽ ഹോട്ടലിനും ലോഡ്ജിന്റെയും ആവശ്യത്തിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉടമയും ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ചാണ് തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നതെന്ന് മാധവി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഹൈവേ ഉദ്യോഗസ്ഥർ വന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ വലിയ കിടങ്ങും കുഴിച്ച് ബുദ്ധിമുട്ടിന് ആക്കം കൂട്ടി. വില്ലേജ് ഓഫീസർക്കും തഹസിൽദാർക്കും സർവേയർക്കും പരാതി നൽകിയെങ്കിലും അവരാരും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാധവി പറഞ്ഞു. നിരാലംബയും ഏകയായും താമസിക്കുന്ന ഒരു സ്ത്രീക്ക് നേരെയാണ് ഒരു കൂട്ടം ചെന്നായ്ക്കൾ ചേർന്ന് ആക്രമിച്ച് കീഴടക്കാൻ കാത്തു നിൽക്കുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് ഇവിടെ ഒരു വിലയുമില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത്. മാധവി പുറമ്പോക്കിലാണ് താമസിക്കുന്നതെങ്കിൽ അവരെ അടിയന്തരമായി ഒഴിവാക്കി പഞ്ചായത്ത് അവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തയ്യാറാവണം. കോടികൾ വിലമതിക്കുന്ന സ്ഥലം ഒരു സംഘം ചേർന്ന് തട്ടിയെടുക്കാനാണ് ശ്രമം നടക്കുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഭരണ സംവിധാനങ്ങൾ അടിയന്തര ഇടപെടൽ നടത്തണം. വാർഡ് മെമ്പറുടെ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് മാധവി പറഞ്ഞു. അടുത്ത ദിവസം തന്നെ റവന്യൂ മന്ത്രിയെയും ജില്ലാ കലക്ടറെയും മാധവി കാണും. നീതി ലഭിക്കുന്നതുവരെ പോരാടുമെന്നും അവർ പറഞ്ഞു. സംഭവം ഇതിപ്പോ ഏത് പഞ്ചായത്തിൽപ്പെട്ടാണ് നിങ്ങളുടെ? കണ്ണമ്പ്ര പഞ്ചായത്ത്. ഇതിപ്പോ എന്താണ് നിങ്ങളുടെ ഈ സ്ഥലം? ഞങ്ങളുടെ ഈ സ്ഥലം ഇപ്പോൾ ഞങ്ങളുടെ അല്ല പറഞ്ഞ അവര് ഹൈവേയിലേക്ക് ആക്കിയിട്ട് ഞങ്ങളുടെ പൊളിക്കാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് ഹൈവേക്കാർ ആധാരം പട്ടയം ഒക്കെ തിരിച്ചു തന്നു. നിങ്ങൾക്ക് ബാക്കി സ്ഥലം ഉണ്ടല്ലോ, ഞങ്ങളൊരു പെട്ടിക്കടയ്ക്കാണെങ്കിൽ ഞങ്ങൾ എടുക്കില്ല, അത് ഞങ്ങളുടെ തന്നെ എന്ന് പറഞ്ഞ് ഞങ്ങളത് വില്ലേജിൽ പോയി അത് ഞങ്ങൾ ശരിയാക്കിയിട്ട് എടുത്തോളി എന്ന് പറഞ്ഞിട്ട് വില്ലേജിൽ പോയി. അവർ 2 പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ 2 പ്രാവശ്യം അവർ അതിൻ്റെ ഇതൊക്കെ എഴുതി തന്നു, അതൊക്കെ ശരിയാക്കാൻ തന്നു. പിന്നെ ഇവർ സ്ഥലം ഇളക്കാൻ അവിടെ വന്നപ്പോഴാണ് അപ്പം എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന് അവളുടെ അടുത്ത് വന്നിട്ട് ഈ കടലാസ് മേടിച്ചു. പഞ്ചായത്തിൽ കടലാസ് മേടിച്ചിട്ട് ഇത് ഞാൻ നോക്കിയിട്ട് തരാട്ടാ എന്ന് മറ്റു മേടിച്ചിട്ട് പോയി. അവിടെ ഫോട്ടോ സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അത് മേടിച്ചിട്ട് പോയി. പിന്നെ ഒരു കേസ് കൊടുത്തു. അവൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾ അനിയത്തിയാണ് വീട്ടിൽ. അവൾ വന്ന് ഗർഭിണിയായിരുന്നു. അപ്പോൾ കുറേ ഇവിടെ പ്ലാവും അതൊക്കെ നിൽക്കണേന്നൊക്കെ വെട്ടിക്കളഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് ഒരു പെറ്റീഷൻ കൊടുത്ത് അത് കേസ് ഞങ്ങൾ കൊണ്ടാവില്ല, അവർ എൻ്റെ അവിടെയും പോയി അവരിതൊക്കെ ചെയ്യണ പോലെ ഞങ്ങൾക്ക് കേസ് ഒഴിവാക്കല്ല, ഞങ്ങൾ അപ്പീലിന് വെക്കോളിയും പറഞ്ഞിട്ട് ഞങ്ങളുടെ വക്കീൽ എന്തോ അതങ്ങനെ തന്നു. പിന്നെ ഞങ്ങൾക്ക് അപ്പീലിനൊന്നും പോകാൻ പറ്റിയില്ല. അവള് പിന്നെ വേറെ സ്ഥലം മേടിച്ച് വീട് വെച്ച് പോയി. എനിക്ക് പിന്നെ വേറെ വഴിയൊന്നുമില്ല. ഇതിപ്പോ കണക്കിന് പട്ടയത്തില് 10 സെന്റാണ്. ഞാനും കല്യാണം കഴിഞ്ഞ് ഒരു 5 വർഷം അവിടെ പോയിരുന്നു. സേലത്താണ്. എനിക്ക് വലിയ ഇതൊന്നുമില്ല. പിന്നെ ഇവിടെ അനിയത്തി ഇവിടെ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപ്പനെ അമ്മനെയൊക്കെ നോക്കണം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഈ പ്രശ്നം ഉണ്ടായത് എപ്പോഴാണ്? ഈ ഹൈവേ ഏറ്റെടുത്ത് ഹൈവേ സ്ഥലം നിങ്ങൾക്ക് സ്ഥലം നിങ്ങളുടെ എടുത്തോളാൻ പറഞ്ഞു, ബാക്കിയുള്ളത് ഇപ്പൊ ആരാണ് പ്രശ്നം? ഞങ്ങളുടെ പഴയ അടുക്കളയാണ്. ഇപ്പൊ ആരാണ് വിഷയം പറയൂ? എന്താ അയാൾ പറഞ്ഞത്? അയാൾ ഈ കെട്ടിടത്തിന് ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോണം. ഇതിപ്പോ തടസ്സമാണ് അവർക്ക്, ഈ കെട്ടിടം തടസ്സമാണ്. അവർക്ക് വഴി വേണമെങ്കിൽ ഇത് പോണം. അതിനിപ്പോ എന്നെ ഹൈവേക്കാരനെ കൂട്ടിയിട്ട് ഹൈവേക്കാരൻ്റെ എന്നും പറഞ്ഞിട്ട് ഒരു ഹൈവേന്റെ ആളാന്നും പറഞ്ഞിട്ട് വന്നു. അതിനെല്ലാം ഒരു പോലീസുകാരനാന്നും പറഞ്ഞിട്ട് ഒരു ഹൈവേക്കാരനെയും കൂട്ടിട്ട് വന്നു. അതിന്റെ SI അതിന് കുറെ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഇതില് രേഖകളുണ്ട്, പട്ടയമുണ്ട്, ആധാരം എല്ലാം ഉണ്ട്. അപ്പൊ മറ്റേ നിങ്ങൾ കളക്ടറെ കണ്ടില്ലേ? കളക്ടറിനെ ഞങ്ങൾ എത്ര പ്രാവശ്യം കണ്ടിട്ട് കളക്ടർ ആലത്തൂര് പിന്നെ ഇവിടേക്ക് ആലത്തൂർ എഴുത്തരും വന്ന് നോക്കി ഇത് ശരിയാക്കാൻ പറയും. ആലത്തൂർ വരും, സർവേറിന്റെ അടുത്ത് വരയ്ക്കും. ഓക്കെ, സർവേന്റെ അടുത്ത് പോയാൽ മാറി. സർവേറിന്റെ പേര് അതെവിടെ? ആലത്തൂരാണോ? ഇപ്പൊ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് ഇവിടെ താമസിക്കുന്നത്? ഞങ്ങൾ ഇവിടുന്ന് താമസം പോകണം. ആരാ പറഞ്ഞത്? സന്തോഷം ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥനും. ഏത് സ്ഥലത്തിന്റെ? ഈ ഉടമസ്ഥൻ ആരുടെ സ്ഥലത്തിന്റെ? അയാൾ എവിടെയുള്ള ആളാണ്? അയാള് അവിടെ ചക്കൊണ്ട് ഇവിടെയാണ് ഇരിക്കുന്നത്, കുമ്പളപ്പാടി. അതെ, നിങ്ങൾ അവർ ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഒഴിഞ്ഞു പോണത്? അല്ല, നിങ്ങൾക്ക് എന്തെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതാക്കല്ല അവര്. ഇപ്പൊ തന്നെ കണ്ടില്ലേ സാറ്, കണ്ടില്ലേ ഇപ്പൊ വഴിനെ കാണിച്ചു കണ്ടില്ലേ? പഞ്ചായത്തില് അവര് പറഞ്ഞു പൊളിക്കാൻ പറ്റില്ല, നിങ്ങൾ ഈ കറണ്ടിന്റെ ഇവിടം വരെ നിങ്ങൾ പൊളിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ അവിടെ എന്ത് വേണമെങ്കിലും ചെയ്തോളി
ഇവിടേക്ക് പൊളിക്കാൻ പറ്റില്ല, ഇവിടേക്ക് വഴി വേണം, നിങ്ങൾ എന്ത് ആവശ്യത്തിന് അങ്ങനെ പൊളിക്കാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പഞ്ചായത്തുകാരൊക്കെ പറഞ്ഞപ്പോൾ അവർ അങ്ങനെ പോയി. നിങ്ങൾ ഇവിടുന്ന് പോകാൻ ഒരുക്കമില്ലല്ലോ. ഇല്ല, പിന്നെ നിങ്ങൾ പോകണ്ട. കാരണം അതിപ്പോൾ ഹൈവേ അല്ല, നിങ്ങളുടെ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് ആധാരങ്ങളുണ്ട്, നിങ്ങളുടെ അടുത്ത് പട്ടയം ഉണ്ടെന്ന് പറയുന്നു. പിന്നെ നിങ്ങൾ ആരും ബൈക്കുന്നത്? അവര് പറയണത് ഞങ്ങളുടെ പട്ടയം ഒറ്റയ്ക്കല്ലേ ഞാൻ ഇരിക്കുന്നു. ചേച്ചിന്റെ മാനാണ് വഴിഞ്ഞതാക്കി. ഞാനത് വഴിഞ്ഞാക്കി ഫോട്ടോ കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ നോക്കാൻ വേണ്ടി വരുന്നത്. ഇതെന്താ വഴി ഇങ്ങനെയാക്കി നോക്കുമ്പോഴാണ്. പോലീസിൽ ഒരു പരാതി കൊടുത്തു ഇവർക്കെതിരെ, ഇവർക്ക് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട്? പോലീസിൽ അന്ന് കൊടുത്തില്ലേ? നിങ്ങളൊരു പരാതി ആദ്യം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കൂ. ഞങ്ങളെ ഭീഷണിപ്പെടുത്തി, നിങ്ങൾ തനിയ സ്ത്രീയല്ലേ താമസിക്കുന്നത്, അതിപ്പോൾ എല്ലാവരും ഇടപെടും. ഒരു അങ്ങനെയൊന്നും ഓടിക്കാനും പറ്റില്ല ആരെയൊന്നും കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക, ഇവർക്കൊക്കെ പേര് ആരൊക്കെയാണ് അങ്ങനെ ഹൈവേക്കാർ ഇങ്ങനെ ചെയ്തു വെച്ചതുകൊണ്ട് ഒരു പരാതി കൊടുത്തിടുക. പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒന്നുമില്ലേ? അവര് പോലീസുകാരും കൂടെ വന്നു. പോലീസുകാർ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ എന്താ അതിങ്ങനെ ചെയ്യും. ഇവിടെ വന്ന് പൊളിച്ച പിന്നെയാണ് അവര് ഒരു ദിവസം വന്ന് ഇത്രയും പൊളിച്ചു. ഇപ്പോൾ ഗ്യാസ് നിറയ്ക്കാനും കൂടി വഴിയില്ലാണ്ട് ഗ്യാസ് കഴിയാറായി. ഇനിയിപ്പോൾ അങ്ങനെ അവർ കൊണ്ടുവരുമ്പോൾ തന്നെ ഗ്യാസും കൂടി നിറയ്ക്കാണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എന്താ വീടിൻ്റെ മുമ്പിൽ വഴിയാണ് ഇങ്ങനെ ആക്കിയിട്ടിരിക്കുന്നത്? ആ, വഴിയാണ് ഇങ്ങനെ ആക്കിയിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും ഒന്ന് വന്ന് ശരിയാക്കി തരികയാണെങ്കിൽ എനിക്ക് വേണ്ടില്ലായിരുന്നു. ഞാൻ ഇതാരാ ഇങ്ങനെ കുഴി ഉണ്ടാക്കിയത്? JCB കൊണ്ടുവന്നിട്ടാണോ? ആ, JCB കൊണ്ടുവന്നിട്ട് അവരവിടെ നിന്ന് വേഗം ഈ കുഴി എടുത്ത് വെച്ചു. ഇത് പൊളിക്കാൻ പറ്റുന്ന ദിവസം അത് എന്നിട്ട് അവർ പഞ്ചായത്തിൽ നിന്ന് അവരൊക്കെ വന്നപ്പോഴാണ് അവർ വേഗം ഇട്ടിട്ട് നിങ്ങളിത് ചെയ്യാൻ പറ്റില്ല, എന്താ വീട് നമ്പർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു പറഞ്ഞപ്പോൾ അവർ. അപ്പം നിങ്ങൾ അവരൊന്നും കണ്ട് ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയക്കാരെയൊക്കെ കണ്ടു? ആ, ഞങ്ങൾ അവരെന്താ പറഞ്ഞ മാറണ്ടെന്നോ? ആര്? പഞ്ചായത്തുകാരും മാറണമെന്നാണ് അവർ. ഞങ്ങൾ ഇത് കെട്ടുണ്ടല്ലോ, വീട്ടുകാരൊക്കെ ഞങ്ങൾ അന്നേ തൊട്ടേ ഞങ്ങൾ കെട്ടുണ്ടല്ലോ. അപ്പം എന്താ നിങ്ങൾ ഇവിടുന്ന് മാറാൻ പൈസ തരാമെന്ന് പറയുന്നുണ്ട്? അയ്യേ, പൈസ തരാമെന്നൊന്നും പറഞ്ഞില്ല. നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഓടിക്കുക അല്ലേ? ഓടിക്കണം.